question നമുക്ക് നോക്കാം. Write the first three terms of each of the arithmetic sequences described below. അതായത് താഴെ 5 കണ്ടീഷൻസ് പോലെ തന്നിട്ടുണ്ട്. 5 arithmetic sequencesന്റെ തന്നിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. arithmetic sequencesന്റെ ഫസ്റ്റ് 3 ടേംസ്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേം 30 ആണ്. ആദ്യത്തെ 3 ടേമുകളുടെ സം 300 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം 30 ആണെന്ന് അറിയാം. ഫസ്റ്റ് ടേമിന്റെ കൂടെ ഡി എത്രയെന്ന് നമുക്ക് ഇവിടെ അറിയില്ല. സമ്മ് 300 ആണെന്ന് അറിയാം. അപ്പൊ സമ്മ് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്തായിരുന്നു? 3 നമ്പറുകൾ ഉണ്ടെങ്കിൽ അതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 × x + d ചെയ്താൽ 300 എന്ന് കിട്ടും. ഇതില് ഈ x എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ഇവിടെ നമുക്ക് എന്താണെന്ന് അറിയാം? 30 ആണെന്ന് അറിയാം. 3 × 30 + d = 300. 30 + d അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 300 / 3. 300നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 100 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡിയുടെ വാല്യൂ എത്രയായിരിക്കും? 100 - 30 = 70. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കിട്ടി. ഫസ്റ്റ് ടേം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസ് എന്തായിരിക്കും? 30 + 70 100. 100 + 70 170. ഇതായിരിക്കും നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത്. നമുക്ക് സം എത്രയായിരിക്കും? 300 തന്നെയായിരിക്കാം. 100 × 3 300. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സെയിം, അതായത് ഫിഫ്ത്തിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സെയിം നമ്പേഴ്സ് തന്നെയാണ്. ഫസ്റ്റ് ടേം 30 ആണ്, സം 300 ആണ്. പക്ഷെ സം ഓഫ് 4 ടേംസ് ആണ് 300 ആയിട്ട് വരുന്നത്. മുന്നത്തേല് 3 ടേംസിന്റെ ആയിരുന്നു, ഇപ്പൊ 4 ടേംസിന്റെ ആണ്. അപ്പൊ 4 ടേംസിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടൊക്കെ എന്തായിരുന്നു? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇൻറ്റു 4 ടേംസ് ആണ്. അപ്പൊ 4/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ x + 3d ഇൻറ്റു 4/2. അതെന്താണ്? ഇത് 2 തന്നെയായിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 2x + 3d കിട്ടും. = 2x + 3d ഇൻറ്റു 2. ഈ ഇക്വേഷനിൽ നമ്മൾ ഫസ്റ്റ് ടേമിന് 30 എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 × 30 + 3d ഇൻറ്റു 2. ഇതാണ് എന്ത്? നമ്മുടെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സം എത്രയാണ്? 4 ടേംസിന്റെ 300. ഇതിൽ നിന്നും ഇത് 60 ആണ്. 3d + 60 ഇൻറ്റു 2 = 300 എന്ന് വരും. ഇതിൽ അപ്പോൾ 3d + 60 എന്നുള്ളത് എന്താണ്? 300 / 2 150 വരും. അതിൽ നിന്നും 3d = 150 - 60 എന്ന് പറയുന്നത് 90 ആണ്. ദെൻ d = എത്രയാണ്? d = 90 / 3 = 30. d = 90 / 3 = 30. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 30. നമ്മുടെ ഫസ്റ്റ് ടേമും 30 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ സീക്വൻസ് എഴുതാൻ പറ്റുക? 30 + 30 60, then 90 120. ഇതായിരിക്കും നമ്മുടെ സീക്വൻസ്. 30 is the first term, 30 കോമൺ ഡിഫറൻസിൽ വരുന്ന രീതിയിൽ എഴുതാം. സമ്മ് ഓക്കെ ആണ് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിലാണ് 120 + 30 150 ഇൻറ്റു 2 300. അപ്പോൾ നമ്മുടെ സമ്മ് 300 ആയിട്ടുള്ള ഫസ്റ്റ് 4 ടേംസ് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേം 30 തന്നെയാണ്. ഫസ്റ്റ് 5 ടേംസിന്റെ സമ്മ് 300 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള ട്രിക്കി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേമിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 300 കിട്ടും. ഇവിടെ മിഡിൽ ടേം ഏതാണ്? x + 2d. x + 2dനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 300 കിട്ടും. ഇതിൽ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം 30. അപ്പം 30 + 2d എന്ന് പറയുന്നത് എത്രയായിരിക്കും? 300 / 5 = 60. അങ്ങനെയാണെങ്കിൽ
2d എന്ന് പറയുന്നത് 60 മൈനസ് 30 ഈക്വൽ ടു 30, ദെൻ d ഈക്വൽ ടു 15. അപ്പോൾ ഡിയുടെ വാല്യൂ എന്താണ്? 15 ആണ്. ഫസ്റ്റ് ടേം 30 ആണ്. അപ്പോൾ ഈ സീക്വൻസ് എങ്ങനെയായിരിക്കും വരിക? 30 പ്ലസ് 15 45, 45 പ്ലസ് 15 എത്രയായിരിക്കും വരുന്നത്? 60. അപ്പോൾ ആദ്യത്തെ നമുക്ക് 3 ടേംസ് നമുക്ക് കിട്ടി. അതായിരിക്കും നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ടേം 30 ആണ്. ഫസ്റ്റ് 6 ടേംസിന്റെ സം 300 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈവൺ നമ്പേഴ്സ് ആണ് അല്ലേ? നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്, 6 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം, അതായത് എക്സ് പ്ലസ് 5d ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ഇൻറ്റു 6 ടേംസ് ആണുള്ളത് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 300. ഇതിൽ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 30 ആണ്. ഇവിടെ 2x ഉണ്ട്. അപ്പോൾ 30 പ്ലസ് 30 60 പ്ലസ് 5d ഇൻറ്റു 6/2 3 ഈക്വൽ ടു 300. 60 പ്ലസ് 5d എന്ന് പറയുന്നത് 300 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 100. 5d ഈക്വൽ ടു 100 മൈനസ് 60 ഈക്വൽ ടു 40. d ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 8. ഇവിടെ എന്ത് കിട്ടി? നമുക്ക് കോമൺ ഡിഫറൻസ് 8 ആണെന്ന് കിട്ടി. ഫസ്റ്റ് ടേം 30 ആണ്. അപ്പോൾ ഇതിലെ സീക്വൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? 30 38 പ്ലസ് 8 46 പ്ലസ് 8 54 പ്ലസ് 8 62. ഇങ്ങനെയായിരിക്കും നമ്മുടെ സീക്വൻസ് വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 4 ടേംസ് ആണ്. 30 38 46 ഇതായിരിക്കും നമ്മുടെ സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 28 6th ക്വസ്റ്റ്യൻ. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 term is 550. അതായത് ആദ്യത്തെ 5 ടേമുകളുടെ ഒരു അരിതമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 5 ടേമുകളുടെ സം 150 ആണ്, 150 ആണ്. ആദ്യത്തെ 10 ടേമുകളുടെ സം 550 550 ആണ്. അതിൽ ചോദിച്ചിരിക്കുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ്? വാട്ട് ഈസ് ദ 8th ടേം? വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്? അപ്പം നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കണം, 8th ടേം കണ്ടുപിടിക്കണം, ആ സീക്വൻസിലെ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. അതായത് തേർഡ് ടേം ഓഫ് ദിസ് സീക്വൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ആദ്യത്തെ 5 ടേമുകളുടെ സം 150 ആണ്. ഒരു അരിതമെറ്റിക് സീക്വൻസിൽ ആദ്യത്തെ 5 ടേമുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡിൽ ടേം ഇൻറ്റു 5 ഈക്വൽ ടു ആയിരിക്കും 150 എന്ന് പറയുന്നത്. അതായത് മിഡിൽ ടേം ആദ്യത്തെ 5 നമ്പേഴ്സിലെ മിഡിൽ ടേം ആയിട്ട് വരുന്നത് ഏതായിരിക്കും? തേർഡ് പൊസിഷനിലുള്ള ടേം ആയിരിക്കും. അപ്പോൾ തേർഡ് ടേം ഇൻറ്റു 5 ഈക്വൽ ടു ആണ് 150 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും? തേർഡ് ടേം ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 30. ഇതായിരിക്കും നമ്മുടെ തേർഡ് ടേം എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8th ടേം കണ്ടുപിടിക്കാനാണ്. നമുക്ക് സം ഓഫ് 5 ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്, സം ഓഫ് 10 ടേംസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ സം ഓഫ് 10 ടേംസിൽ നിന്ന് 5 ടേംസിന്റെ സം കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൈനിങ് നമ്പേഴ്സിന്റെ സം കിട്ടും. അതായത് 6th ടേം മുതൽ 10th ടേം വരെയുള്ള നമ്പേഴ്സിന്റെ സം കിട്ടും. ആ ഡിഫറൻസ് എത്രയായിരിക്കും? ഡിഫറൻസ് എന്ന് പറയുന്നത് സമ്മിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 550 മൈനസ് 150. അത് എത്രയായിരിക്കും വരിക? 400 വരും സം ഡിഫറൻസ്. അപ്പോൾ 6th ടേം മുതൽ 10th ടേം വരെയുള്ള സം എന്ന് പറയുന്നത് 400 ആണ്. അങ്ങനെയാണെങ്കിൽ 6th ടേം മുതൽ 10th ടേം വരെയുള്ളതിന്റെ മിഡിൽ ടേം ഏതാണ്? 8th ടേം. ആ 5 നമ്പേഴ്സ് അടുത്തടുത്തുള്ള 5 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. മിഡിൽ ടേമിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 6th ടേം മുതൽ 10th ടേം വരെയുള്ളതിന്റെ മിഡിൽ ടേം ആണ് 8th ടേം. അപ്പോൾ 8th ടേം
ഇൻറ്റു 5 ഈക്വൽ ടു ആണ് ഈ 400 എന്നുള്ള സം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8th ടേം എന്തായിരിക്കും? 8th ടേം എന്ന് പറയുന്നത് 400 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് 80. 80 ആയിരിക്കും നമ്മുടെ 8th ടേം എന്ന് പറയുന്നത്. അപ്പോൾ 3rd ടേമും കിട്ടി നമുക്ക്, പിന്നെ ഏതും കൂടി കിട്ടി? 8th ടേമും കിട്ടി. നമ്മുടെ 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the angle of a pentagon are in arithmetic sequence, prove that its smallest angle is greater than 36 degree. അതായത് പെന്റഗണിന്റെ ആന്തരിക കോണളവുകൾ അതെല്ലാതും ഒരു സീക്വൻസിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് ആംഗിൾ 36 ഡിഗ്രിയേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും. അതിന് താഴേക്ക് പോവില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ജനറൽ ഫോം നമുക്ക് എഴുതാം. അതായത് എക്സ് പ്ലസ്, അതായത് എക്സ് എന്നുള്ളതാണ് നമ്മുടെ അസ്യൂം എക്സ് ഈസ് ദ സ്മോളസ്റ്റ് ആംഗിൾ, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d, എക്സ് പ്ലസ് 4d. പെന്റഗൺ ആവുമ്പോൾ നമുക്ക് എത്ര ആംഗിൾസ് ഉണ്ടാവും? പെന്റഗൺ ആവുമ്പോൾ നമുക്ക് 5 ആംഗിൾസ് ഉണ്ടാവും. ഫസ്റ്റ് ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇതിന്റെ എല്ലാത്തിന്റെയും സം എന്തായിരിക്കും? 540 ആയിരിക്കും. അതായത് പെന്റഗണിന്റെ ഇന്നർ കോണിന്റെ അളവുകളുടെ തുക സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 540 ആണ്. ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ മുന്നത്തെ വീഡിയോസ് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5x പ്ലസ് 10d, 2 plus 1 3, 3 plus 3 6 plus 4 10d ഈക്വൽ ടു 540. അതിൽ 5 ഔട്ട്സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 2d ഈക്വൽ ടു 108. ഇഫ് എക്സ് ഈക്വൽ ടു 36 ഡിഗ്രി, അതായത് എക്സിന് നമ്മുടെ സ്മോളസ്റ്റ് ആംഗിൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 36നേക്കാളും താഴേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ എപ്പോഴും സ്മോളസ്റ്റ് ആംഗിൾ 36നേക്കാളും മേലെ ആയിരിക്കാം. നമ്മളിവിടെ എക്സ് എന്നുള്ളത് എന്തായിട്ട് എടുത്തത്? 36 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2d എന്നുള്ളത് എത്രയായിരിക്കും? 108 മൈനസ് 36 ഈക്വൽ ടു 72 എന്ന് വരും. d ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 36. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് 36 വരുന്ന നമ്പേഴ്സുകളായിരിക്കും. ചെറിയ കോണുകൾ, അതായത് ഉള്ളിലുള്ള ആന്തരിക കോണളവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെയായിരിക്കും? ഈ 36 തുടങ്ങിയിട്ടായിരിക്കും. അതായത് സീക്വൻസ് എഴുതുമ്പോൾ 36 ഒരു ഇന്നർ കോണായിരിക്കും, ഇന്നർ ആംഗിൾ 72, അതുപോലെ 72 പ്ലസ് 36 അതിലായിരിക്കും വരുന്നത് 108, then 108 പ്ലസ് 36 144. നെക്സ്റ്റ് നമുക്ക് 144ന്റെ കൂടെ 36 ആഡ് ചെയ്താൽ കിട്ടുന്നത് 180 ആണ്. പക്ഷെ 180 എന്നുള്ളത് എന്താവില്ല? പെന്റഗണിന്റെ ഇന്നർ ആംഗിൾ ആവില്ല. കാരണം സം ഓഫ് ഇന്നർ ആംഗിളും സം ഓഫ് ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഏതൊരു പോളിഗൺ ആയാലും സം ഓഫ് ഇന്നർ ആംഗിൾ ആൻഡ് സം ഓഫ് ഔട്ടർ ആംഗിൾ, അതായത് രണ്ട് അളവുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഇന്നർ ആംഗിളിന്റെയും ഔട്ടർ ആംഗിളിന്റെയും സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് ഒരിക്കലും 180 ഡിഗ്രി വരില്ല. ഒരു കോണളവ് ഒരിക്കലും 180 വരില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരാവുന്ന ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് ഈ 4 ഏതെങ്കിലും അളവുകളായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാവും? 36നേക്കാളും താഴേക്ക് കോണളവുകൾ അല്ലെങ്കിൽ ആംഗിൾസ് ഒരിക്കലും വരില്ല. എപ്പോഴും പെന്റഗണിന്റെ ആംഗിൾസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി ആയിരിക്കും. സംസ് ആൻഡ് ടേംസിന്റെ നമ്മുടെ എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ ട്രിക്സുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും നല്ലപോലെ കാണുക, ശ്രദ്ധിച്ച് കാണുക, ചെയ്ത് നോക്കുക. തന്നെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.